വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. വെള്ളം ഇരച്ചെത്തി കടകൾ തകർക്കുന്നത് ദൃശ്യങ്ങളിൽ. ദുരന്തത്തിൽ ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്നു. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിനു മുന്നിൽ ഫുട്ബോൾ ആരാധകരുടെ പ്രതിഷേധം. ബലാത്സംഗ കൊലയിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും. ജസ്ന തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുണ്ടക്കയത്തെ ലോഡ്ജിലെ ജീവനക്കാരി. ജസ്നയെ യുവാവിനൊപ്പം ലോഡ്ജിൽ കണ്ടു. ജീവനക്കാരുടെ ആരോപണം തള്ളി ലോഡ്ജ് ഉടമ. ആരോപണമുയർത്തിയ സ്ത്രീ ലോഡ്ജിൽ ലൈംഗിക തൊഴിൽ നടത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. പിന്നെ ലോഡ്ജിലെ അസാധനത്തിൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒഴിവാക്കി. ഇതുപോലെ എൻ്റെ ലോഡ്ജിലെ പോലെ സാധനത്തിൽ വേറെ കിട്ടത്തില്ല. അതുകൊണ്ട് ശാരീരിക ലോട്ട് ഇവിടെ കൽപ്പിക്കുന്നതാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിബേഷ് രാമകൃഷ്ണൻ നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് DYFI. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു. കാഫിർ വിവാദം CPMന്റെ സമനില തെറ്റിച്ചെന്ന് K സുധാകരൻ. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് കല്ലൂർ സ്വദേശി സന്ദീപ്. ആക്രമണം റഷ്യൻ പട്ടാള പട്രോളിംഗ് സംഘത്തിനു നേരെ. ജാർഖണ്ഡ് മുക്തി മോർച്ച പിളർപ്പിലേക്ക്. മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ BJPയിലേക്കെന്ന് സൂചന. സോറനും 6 MLAമാരും ഡൽഹിയിൽ. പാർട്ടിയിൽ അപമാനിക്കപ്പെട്ടെന്ന് ചെമ്പൈ സോറൻ.